ഈ പ്രതിപക്ഷം അത് ചോദിക്കുമ്പോൾ അത് ഒരു കുടുംബത്തിൻ്റെ ചില ന്യായങ്ങളിൽപ്പെട്ട് നിങ്ങളെങ്ങനെ പെട്ടുപോകല്ലേ എന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയും അപമാനിക്കുകയാണ്. അവർ ഈ രാജ്യത്ത് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവരാണ്. ഭീകരവാദത്തിന് ഇരയായിക്കൊണ്ട് ഭർത്താവിനെ നഷ്ടപ്പെട്ട സോണിയാഗാന്ധിയാണ്. അച്ഛനെയും മുത്തശ്ശിയെയും നഷ്ടപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ പ്രിയങ്ക ഗാന്ധിയും. അവർക്കതിൽ പറയാൻ കുറച്ചുകൂടി വൈകാരികമായിട്ടുണ്ട്. ഭീകരർ കുടുംബത്തിലെ ആളുകളെ കൊന്നുകഴിഞ്ഞാൽ അത് എത്രത്തോളം വലിയ വേദന നൽകുന്നുവെന്ന് സ്വയം അനുഭവിച്ചവരാണ്. അവരുടെ പ്രതികരണത്തിൽ വൈകാരികതയുണ്ടാകും. അപ്പോൾ കുടുംബത്തിൻ്റെ വാദത്തിന് നിന്നുകൊണ്ട് നിങ്ങൾ സ്വയം കുഴപ്പത്തിൽ ചാടല്ലേ എന്ന പരിഹാസം അവിടെ വിലപ്പോകില്ല. രണ്ടാമത്തെ കാര്യം, നെഹ്റുവുമായി ബന്ധപ്പെട്ട് നെഹ്റുവിൻ്റെ കാലത്ത് കശ്മീർ അങ്ങ് എടുത്തു കൊടുത്തു പറയുന്ന വാചകമാണ്. നെഹ്റുവിൻ്റെ കാലത്ത് എന്താണ്? വിഭജന കാലത്ത് ഇവിടെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേരാതെ നിന്ന പ്രദേശമാണ് കശ്മീർ. അവിടേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയപ്പോഴാണ് കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു മുൻകൈയെടുത്തത്, അന്നത്തെ സർക്കാർ മുൻകൈയെടുത്തത്. അല്ലെങ്കിൽ കശ്മീർ തന്നെ നമുക്കുണ്ടാകുമായിരുന്നില്ല. അതാദ്യം BJP മനസ്സിലാക്കണം. BJPക്ക് അറിഞ്ഞിട്ടല്ല, BJPക്ക് ചരിത്രത്തിൽ യാതൊരു തരത്തിലുള്ള ഈ റോളും ഇല്ലാത്തതുകൊണ്ട് ചരിത്രം മാറ്റിയെഴുതാനുള്ള ശ്രമം നടത്തുന്നത്. ഇനി കശ്മീരിൻ്റെ കാര്യത്തിൽ അടുത്ത കാര്യം എന്താണ്? പാകിസ്ഥാനിൽ ചേരാൻ ഹൈദരാബാദ് ശ്രമിച്ചിരുന്നു. എന്നിട്ട് കശ്മീരിനെ ഇന്ത്യയിൽ നിലനിർത്താമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഹൈദരാബാദിനെ ഇന്ത്യയിൽ നിലനിർത്തി കശ്മീർ പാകിസ്ഥാൻ നൽകാം എന്ന് പറഞ്ഞത് ആരാണ്? ഇപ്പോൾ BJP കൊണ്ടു നടക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതൊന്നും വേണ്ട, രണ്ടും ഇന്ത്യയുടെ ഭാഗമാകണം എന്ന തീരുമാനം അന്നെടുക്കുകയാണ്. അന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ വിശ്വാസത്തിലെടുത്ത് കശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കിയത് നെഹ്റുവാണ്. ആ നെഹ്റുവിനെയാണ് ഈ ചരിത്രം ഇഷ്ടമില്ലാത്ത സംഘപരിവാർ എല്ലാ തവണയും കശ്മീരിനെ അതാ കൊടുത്തു പാകിസ്ഥാൻ ഭാഗം കൊണ്ടുപോയി എന്ന വാദം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഭജനം എങ്ങനെ നടന്നു എന്നും ഇവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എങ്ങനെ നടന്നുവെന്നും ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് എന്ത് പറയുമ്പോഴും രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി നെഹ്റുവിനെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടുള്ള വാദം പറയുകയാണ്. ഇത് ഈ പറയുന്ന വാജ്പേയി പോലും പറയാത്ത വാദമാണ് ഇവിടെ എപ്പോഴും മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അമിത്ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിന്ധൂറിൽ മറുപടി പറയുന്നില്ല. ഇവിടെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള വലിയ ആക്രമണം എന്താണ്? അതിൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതിലെന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത്? അവന്തിപുരയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ ഇടിച്ചു കയറ്റി സൈനികരെ കൊന്നില്ലേ? സൈനികരെ കൊന്ന സമയത്ത് പുൽവാമ 40 സൈനികരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് സത്യപാൽ മാലിക് ഈ BJPയുടെ ഭാഗമായിരുന്നല്ലോ, കശ്മീരിലെ ഗവർണറായിരുന്നല്ലോ. എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു വിമാനം ആവശ്യപ്പെട്ടിട്ട് ആഭ്യന്തര മന്ത്രാലയം നിരസിച്ചു. ഇപ്പോൾ മിണ്ടണ്ട എന്ന് പറഞ്ഞത് ഈ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞത് ആരാണ്? സത്യപാൽ മാലിക്കാണ്. ഇപ്പോൾ സത്യപാൽ മാലിക്കിനെ കേസുകളിൽ കുടുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സത്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ബാലാക്കോട്ട് നടക്കുന്നു, പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഇതിനെ ദുരുപയോഗം ചെയ്യുക, ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് വേറൊരു വൈകാരികതയായി കൊണ്ടുവന്ന് അത് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് BJPയുടെ തന്ത്രമാണ്. ആ തന്ത്രമാണ് ഇന്നും പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടേയിരിക്കും. പ്രതിപക്ഷം ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അവിടെയും ഈ തരത്തിൽ ചില ആളുകൾ, ഈ ശശി തരൂരിനെ പോലെ ചില ആളുകളുണ്ട്. അവിടെ നിന്ന് അമിത്ഷാ പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ബെഞ്ചിലിരുന്നു കൊണ്ട്, പ്രതിപക്ഷത്തെ ബെഞ്ചിലിരുന്നു കൊണ്ട് അമിത്ഷായ്ക്ക് കൈയടിക്കുന്ന ശശി തരൂരിനെ പോലുള്ള ചില നേതാക്കളുമുണ്ട്. അവർക്ക് കാലം മറുപടി കൊടുത്തുകൊള്ളും എന്നുള്ളതാണ്. സിന്ധൂറിൽ ഉത്തരമായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.